ആധ്യാത്മികതയിൽ അറിവ് പകരുന്ന സന്ധ്യനേരം. രാമായണ മാസത്തിൽ എനി ടൈം ന്യൂസ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ഓരോ ഹൈന്ദവ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ സന്ധ്യാനേരം വൈകിട്ട് 6:30. സാദരം നമസ്തേ. നമ്മളെല്ലാവരും കുളി കഴിഞ്ഞാൽ ചന്ദനം, കുങ്കുമം, ഭസ്മം എന്നിവ തൊടാറുണ്ട്. അത് ഏത് ദേവീദേവന്മാരുമായി ബന്ധപ്പെട്ടതാണ്? അതുപോലെ തന്നെ അതിൻ്റെ ആകൃതി എന്താണ്? ഏത് വിരലുകൾ കൊണ്ടാണ് തൊടേണ്ടത്? എന്താണ് ഈ ചന്ദനം, കുങ്കുമം, ഭസ്മം ധരിച്ചാലുള്ള ഗുണങ്ങൾ എന്നിവയാണ് ഇന്നത്തെ വിഷയം. ശൈശവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകമാണ് ഭസ്മം. ഹിന്ദു ആചാരങ്ങളിൽ ആത്മീയ ശുദ്ധീകരണത്തിന്റെയും നവീകരണത്തിന്റെയും പ്രതീകമായി ഭസ്മം ഉപയോഗിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ വിഭൂതി എന്നും ഭസ്മത്തെ വിളിക്കാറുണ്ട്. കാളകൂട വിഷം ഭുജിച്ച പരമശിവനെ പാർവതി ദേഹമാസകലം ഭസ്മം പൂശി വിഷാംശം നിർവീര്യമാക്കി എന്നൊരു ഐതിഹ്യവുമുണ്ട്. കുളി കഴിഞ്ഞ് നെറ്റിയിലും സന്ധികളിലും ഭസ്മം പൂശുക എന്നത് നമ്മുടെ ഒരു ആചാരമാണ്. ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നിവ ഒഴികെയുള്ള വിരലുകളാണ് ഭസ്മം തൊടുവാൻ ഉപയോഗിക്കുന്നത്. നെറ്റിക്ക് ലംബമായി ഭസ്മക്കുറി തൊടരുത്. നെറ്റിക്ക് കുറുകെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭസ്മക്കുറി ഇടണം. ഇടതുവശത്തു നിന്നും തുടങ്ങി നെറ്റിക്ക് കുറുകെയാണ് ഭസ്മം തൊടേണ്ടത്. ശിരസാകുന്ന ബ്രഹ്മാണ്ടത്തെ ചുറ്റിക്കിടക്കുന്ന ആത്മമണ്ഡലത്തെ സൂചിപ്പിക്കുവാനാണ് നെറ്റിക്ക് കുറുകെ തൊടുന്നത്. സന്യാസിമാർക്ക് മാത്രമേ 3 കുറി തൊടാവൂ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവ കഴിഞ്ഞതിനെയാണ് 3 ഭസ്മരേഖ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാർ ഒറ്റ കുറിയാണ് തൊടുന്നത്. രാവിലെ നനച്ചും വൈകുന്നേരം നനയ്ക്കാതെയുമാണ് ഭസ്മം തൊടേണ്ടത്. നനച്ച ഭസ്മം ശരീരത്തിലെ ഈർപ്പം വലിച്ചെടുക്കുമ്പോൾ നനയ്ക്കാത്ത ഭസ്മത്തിന് രോഗാണുക്കളെ നശിപ്പിക്കാനാണ് ശക്തിയുള്ളത്. സൂര്യാസ്തമയത്തോടുകൂടി അന്തരീക്ഷത്തിൽ പരക്കുന്ന രോഗാണുക്കളിൽ നിന്ന് മുക്തി കൈവരിക്കാൻ നനയ്ക്കാത്ത ഭസ്മം ധരിക്കുന്നത് ഉത്തമമാണ്. ഭസ്മം ശരീരത്തിലെ സന്ധികളിൽ പൂശുന്നത് കൊണ്ട് ദുർമേധസ് ഇല്ലാതാക്കുകയും ശരീരം മെലിഞ്ഞതും ദൃഢതയുള്ളതാകുകയും ചെയ്യുന്നു. ത്വക്കിനെ ബാധിക്കുന്ന അണുക്കളെ അകറ്റാനും ത്വക്ക് രോഗങ്ങളെ നിവാരണം ചെയ്യുവാനും ഭസ്മലേപനം കൊണ്ട് സാധ്യമാകും. ഭസ്മലേപനത്തോടുകൂടി ഉദയസൂര്യനെ വണങ്ങുന്നത് കൊണ്ട് ലഭ്യമാകുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യും. പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടാണ് ഭസ്മം തൊടേണ്ടത്. അല്ലെങ്കിൽ ശ്രീകരം ച പവിത്രം ച ശോകനിവാരണം ലോകേ വശീകരം പുംസാം ഭസ്മം ത്രൈലോക്യപാവനം എന്ന ശ്ലോകവും ചൊല്ലാം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.